ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മെയ് 6 മുതൽ ഖത്തറിൽ ശക്തമായ കാറ്റ് ആഞ്ഞടിക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച മുതൽ ആഴ്ച അവസാനം വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഖത്തറിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാലയളവിൽ കടലാക്രമണ മുന്നറിയിപ്പുകളും പ്രാബല്യത്തിലുണ്ട്. കാറ്റുകൾ പൊടിപടലങ്ങൾ ഉയരാനും ചില പ്രദേശങ്ങളിൽ തിരശ്ചീന ദൃശ്യപരതയെ തടസ്സപ്പെടുത്താൻ ഇടയാക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഖത്തറിന്റെ കടൽത്തീരം മേഘാവൃതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു. വടക്ക് ഭാഗത്ത് ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ഉണ്ടാകും. ദൃശ്യപരത 0.5 മുതൽ 10 കിലോമീറ്റർ ആയിരിക്കും. UAE-യിൽ ഈ വാരാന്ത്യത്തിൽ ഗതാഗത മാറ്റങ്ങൾ. റോഡുകൾ അടച്ചിടുന്നതും പാർക്കിംഗ് സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്തതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അബുദാബി, അജ്മാൻ, ദുബൈ, ഷാർജ എന്നിവിടങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. 2025 മെയ് 3 ശനിയാഴ്ച മുതലാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വന്നത്. റോഡ് നവീകരണമാണ് പല സ്ഥലത്തും ഗതാഗത തടസ്സത്തിന് കാരണം. പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. എന്നാൽ ചില റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബുദാബിയിലെ അൽ ഐനിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിൽ ഭാഗികമായി റോഡ് അടച്ചിടും. നഗരത്തിലെ റോഡ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകും. മെയ് 3 ശനിയാഴ്ച മുതൽ മെയ് 5 തിങ്കളാഴ്ച വരെ റോഡ് അടച്ചിട്ടു. വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കണം. ട്രാഫിക് സിഗ്നലുകളും അനുസരിച്ചിരിക്കണം. റോഡിലുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അജ്മാനിൽ 579 പുതിയ പെയ്ഡ് പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നു. അജ്മാൻ മുനിസിപ്പാലിറ്റിയാണ് ഇതറിയിച്ചത്. മെയ് 3 ശനിയാഴ്ച മുതൽ ഇത് നിലവിൽ വരും. അൽ സഹർ സ്ട്രീറ്റ്, ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി സ്ട്രീറ്റ്, താബിത്ത് ബിൻ ഖൈസ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ. കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യം. രക്ഷിതാക്കൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കുമെന്ന് എയർ ഇന്ത്യ. ഹാൻഡ്ലിംഗ് ചാർജ് എന്ന പേരിലാണ് തനിയെ യാത്ര ചെയ്യുന്ന 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിനോടൊപ്പം അധിക ചാർജ് ഈടാക്കുക. മുമ്പ് ടിക്കറ്റ് നിരക്ക് മാത്രം നൽകിയാൽ മതിയായിരുന്നു. GCC, തെക്കു കിഴക്കൻ ഏഷ്യ, സാർക്ക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ 8,500 രൂപയാണ് കുട്ടികൾക്കുള്ള അധിക തുക. ബ്രിട്ടൻ, യൂറോപ്പ്, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് 10,000 രൂപ അധികം നൽകണം. US, കാനഡ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് 13,000 രൂപയാണ് നൽകേണ്ടത്. കുട്ടികളുടെ സുരക്ഷയും യാത്രാസുഖവും ഉറപ്പുവരുത്താനാണ് ഈ തീരുമാനമെന്ന് എയർ ഇന്ത്യ വിശദീകരിച്ചു. ഇന്ത്യയിലെ യാത്രയ്ക്ക് കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിന് പുറമെ 5,000 രൂപ കൂടി നൽകണം. നേരത്തെ UAE സെക്ടർ യാത്രക്കാർക്ക് മാത്രമായിരുന്നു കുട്ടികൾക്ക് അധിക നിരക്ക് ഈടാക്കിയിരുന്നത്. എയർ ഇന്ത്യ തീരുമാനം രക്ഷിതാക്കൾക്ക് അധിക ബാധ്യതയാകും. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ഒമാനിൽ 350ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റായിരുന്നു സമയം. പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ മികച്ച പ്രതികരണമാണുണ്ടായത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും മിക്ക വിഷയങ്ങളും എളുപ്പമായിരുന്നു എങ്കിലും ചിലർക്ക് ചില വിഷയങ്ങൾ ചെറിയ പ്രയാസമായി. ഒമാനിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു രക്ഷിതാക്കൾക്കൊപ്പം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. നീറ്റ് അധികൃതർ നിർദ്ദേശിച്ച മുഴുവൻ മാനദണ്ഡങ്ങളും പരിശോധിച്ചായിരുന്നു വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. 12 മണിക്ക് മുമ്പായി തന്നെ വിദ്യാർത്ഥികൾ ഹാളിലെത്തി. ഇത്തവണ മസ്കറ്റിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കി. സലാല ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വ്യാഴാഴ്ചയോടെ തന്നെ കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം മസ്കറ്റിൽ എത്തിയിരുന്നു. ഹോട്ടലുകളിലും ബന്ധുവീടുകളിലുമായി തങ്ങി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. മസ്കറ്റിലെ കോച്ചിംഗ് സെന്ററുകളിലും ഓൺലൈൻ വഴിയും അവസാനഘട്ട കോച്ചിംഗ് മികച്ച രൂപത്തിൽ ലഭ്യമാക്കിയിരുന്നു. അതേസമയം വരും വർഷങ്ങളിൽ സലാല, സൊഹർ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ദാഖ്ലിയ ഗവർണറേറ്റിലെ മനാഹ് വിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം.
തീ കത്തിപ്പടർന്നതോടെ വീടിന്റെ നിലകളിൽ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യക്തമാക്കി. ദാഖിലിയ യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തൊഴിൽ മേഖലയിലെ പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ട് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ്. ഏകപക്ഷീയമായി തൊഴിലാളികളെ പിരിച്ചുവിടലും പദ്ധതികൾ അടച്ചുപൂട്ടലുമാണ് പരാതികളിൽ കൂടുതലെന്നും 2024 വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സാധുവായ കാരണമില്ലാതെ തൊഴിലുടമകൾ ഏകപക്ഷീയമായി തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കുന്നു എന്നതാണ് കഴിഞ്ഞ വർഷം തൊഴിലാളികളിൽ നിന്നും ലഭിച്ച പരാതികളിൽ കൂടുതൽ. പദ്ധതി പൂർത്തീകരണം, കമ്പനികൾ പാപ്പരാകൽ, ലിക്വിഡേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കരാർ അവസാനിപ്പിക്കൽ, വേതനവും ബോണസും അടയ്ക്കാതിരിക്കൽ, വൈകി അടയ്ക്കൽ, തൊഴിൽ സ്ഥലങ്ങളിലെ സുരക്ഷയും ആരോഗ്യ ചട്ടങ്ങളും പാലിക്കാതിരിക്കൽ, ജീവനക്കാരെ കരാറുകളിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത വ്യത്യസ്ത ജോലിസ്ഥലങ്ങളിലേക്ക് മാറ്റൽ തുടങ്ങിയ പരാതികളും വലിയ തോതിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രം ഒമാനിൽ 31 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി GFOW നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേ മാസം തന്നെ 30 ഒമാനി തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി ഫെബ്രുവരിയിൽ 52 നിയമസഹായങ്ങളും നൽകി. ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തതിന് 5 പ്രവാസികളെ അസീർ പ്രവിശ്യയിൽ നിന്നും ഖമീസ് മുഷീദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശി, സുഡാനി പൗരന്മാരാണ് പിടിയിലായത്. തീർത്ഥാടകർക്ക് മക്കയിലെ പുണ്യസ്ഥലങ്ങളിൽ താമസ ഗതാഗത സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തതായിരുന്നു പരസ്യമെന്ന് പൊതുസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. പ്രതികളെ അനന്തര നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഇത്തരം വ്യാജ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്കയിലും റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമുള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് സ്ഥലങ്ങളിലുള്ളവർ 999 എന്ന നമ്പറിലും വിവരം അറിയിക്കണമെന്ന് പൊതുസുരക്ഷാ അതോറിറ്റി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. UAEയിലെ വിദ്യാർത്ഥികൾക്കും പുതിയ യാത്രക്കാർക്കും രക്ഷിതാക്കൾക്കും സുരക്ഷിതവും എളുപ്പവുമായ യാത്ര ഉറപ്പാക്കുന്നതിന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമായ ഒരു അൺഅക്കമ്പനീഡ് മൈനർ നയം നടപ്പിലാക്കി. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ ദുബായ് മെട്രോ, ബസ് തുടങ്ങിയ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ശുപാർശ ചെയ്യപ്പെടുന്നില്ല. ആയതിനാൽ 11 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന നയമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടാതെ ഇതുവഴി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരെ അപകട സാധ്യതകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രത്യേക കരുതൽ കൂടെ ഉണ്ടാകും. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുഗതാഗതം ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണം. 8 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് മുതിർന്നവരുടെ കൂടെ അല്ലാതെ പൊതുഗതാഗതം ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ അതിനു മുന്നേ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാണ്.